അമ്മേ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ സൂക്ഷിച്ചു വെക്കാം. നമുക്ക് പട്ടി പ്രസവിച്ച് കിടക്കുമ്പോഴോ പൂച്ച പ്രസവിക്കുമ്പോഴൊക്കെ വിരിച്ചിടാം. പകുതി സാധനം മമ്മി മേടിക്കുന്ന മമ്മിക്ക് തന്നെ ഓർമ്മയില്ല. വന്നു കഴിയുമ്പോ അല്ലാതെ നല്ല ക്യൂട്ടല്ലേ, എന്ത് രസാലെ. കുസ്കുസ് പറയുന്നുണ്ട് കേട്ടോ അതിന്. ഹായ് ഡിയേഴ്സ്, ഐ ആം ദിവ്യ ബ്രിൻഡോ. അപ്പൊ ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. മമ്മി അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു അൺബോക്സിംഗ് കഴിഞ്ഞപ്പോ നമ്മൾ ഇനി പാത്രം വാങ്ങുന്നില്ല എന്നൊക്കെ ചിലർ ഇവിടെ പറഞ്ഞായിരുന്നു. പക്ഷെ ഈ പിന്നെ വാങ്ങി കൂട്ടുവാണ് കേട്ടോ ഈ ഓൺലൈനായിട്ട് കുട്ടി. ചുമ്മാ ചെറിയ ഓരോ കെണിമണി സാധനങ്ങള്. അതെ, കൗതുകം തോന്നുന്ന സാധനങ്ങളൊക്കെ അല്ലേ. അതെ അതെ അതെ. എന്നാ പൊട്ടിച്ചാലോ? ഇത് വന്നിട്ട് ഇന്നലെ കൊണ്ടാ പൂർത്തിയായത് കേട്ടോ. കൊറേ ദിവസമായിട്ട് എനിക്ക് അല്ലെങ്കിലും നേരെ എനിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊട്ടിച്ച് കാണണം. എനിക്കതാ ഇഷ്ടം. ക്ഷമയൊന്നുമില്ല. മമ്മി എല്ലാം കൂട്ടി വെച്ചേക്കുവായിരുന്നു കേട്ടോ, നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ കൂട്ടി വെച്ചിരുന്ന, അല്ലെങ്കിൽ ഞാൻ പണ്ടേ പൊട്ടിച്ചു തന്നെ. ഈ പൊതി തുറക്കാൻ തന്നെ ഇതിനകത്ത് എന്താന്ന് മമ്മിക്ക് ഗസ് ചെയ്യാൻ പറ്റും? അങ്ങനെ എനിക്ക് അറിയത്തില്ല പക്ഷേ. എന്നാ ഓരോന്നായിട്ട് പൊട്ടിച്ചോ. ആമസോൺ ആണോ? ആമസോണാ. പക്ഷെ ഇതിന്റെ വില അറിയണമെങ്കിലോ? വിലയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ഫസ്റ്റിലെ എന്തായിരിക്കും? എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്രദമെന്ന് തോന്നുവാണെങ്കിൽ വാങ്ങുക, ഉപയോഗിക്കുക. അതെന്താ ഇതെങ്ങനെ? ഇത് കസ്കസ് മേടിച്ചതാട്ടോ. ഇതെന്ത് കസ്കസ് നമുക്ക് മേടിക്കാൻ കിട്ടൂല. ഇതിങ്ങനെ മരം പോലെ ഇരിക്കണേന്നാ. ഇതിനകത്ത് നിറയെ ഫില്ല് ചെയ്തേക്കുമായിരിക്കും മമ്മി. കസ്കസ് അപ്പൊ നമുക്ക് UK മാത്രമല്ല എവിടെയും കിട്ടൂല. എവിടെയും കിട്ടും. ആമസോണിലുണ്ട്. കുസ്കുസ് എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതിന്. കുസ്കുസോ? പേര് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ ശരിയായ പേര് അറിയില്ല. അതുകൊണ്ട് ഞാനൊക്കെ കസ്കസ് എന്നാ പറയണേ. പിന്നെ ചിലര് കുസ്കുസ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. അടുത്തതും കസ്കസ് തന്നെയാണോ? അതുപോലത്തെ പാക്കറ്റ് ആണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുന്നു മമ്മി? അപാര കഴിവ് തന്നെയാണോ? എനിക്ക് പിടികിട്ടുന്നില്ല. എന്തായിരിക്കും? മമ്മിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ. മറന്നു കേട്ടോ, സത്യത്തിൽ ഞാൻ മറന്നുപോയി ഇതെന്നതാണെന്നുള്ളത്. പകുതി സാധനം മമ്മി മേടിക്കുന്ന മമ്മിക്ക് തന്നെ ഓർമ്മയില്ല. വന്നു കഴിയുമ്പോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുറെ ദിവസമായില്ലേ പായ്ക്ക്? കുറെ ദിവസമല്ല കേട്ടോ, 3-4 ദിവസമായില്ലേ ഓരോന്നോരോന്ന് വന്നു തുടങ്ങിയപ്പോഴേ. അപ്പൊ എന്താന്നൊരു ഡൗട്ട്. ഇവിടെ എന്ന് ഡെലിവറി ബോയ് വരണാണ്. എല്ലാം മമ്മിയുടെ സാധനങ്ങളാണോ? എത്ര കാലം കൂടിയാ ഇത്രയൊക്കെ വരുന്നേ? എത്ര കാലം? ഇത് എന്നാന്നറിയോ കൊച്ചേ? കുഴമ്പോ? നോ ഇതാണ് മേപ്പിൾ സിറപ്പ്. ഇതെന്താ സാധനം? ഇത് മേപ്പിൾ സിറപ്പ് ഉണ്ട്. ഇത് ഞാൻ അറിയുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാ വിവരണം കാണാറുണ്ട്. അപ്പം അതിനകത്തൊരു പ്രാവശ്യം പുള്ളി ഏതോ രാജ്യത്ത്, UK ആണോ അത് വേറെ ഏതോ രാജ്യത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ മലയാളികളുടെ അടുത്ത് അവരുടെ സ്വന്തക്കാരുടെ വീട്ടിലെ താമസിച്ചേ. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കായിട്ട് സ്പെഷ്യലൊന്നും വേണ്ട, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് തന്നാൽ മതി എന്ന്. അപ്പോൾ എന്തോ എന്തോ പാൻ കേക്കോ അപ്പോൾ എന്തോ ആയിരുന്നു. അപ്പോൾ അവർ മേപ്പിൾ സിറപ്പാണ് കഴിക്കണത്, അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിക്കണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മേപ്പിൾ സിറപ്പ് അറിയുന്നത് തന്നെ. അത് ഞാൻ പറയാം. ഇതൊരു മേപ്പിൾ മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കറയാ. അത് എന്തോ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ്. ഇതെന്തൊക്കെയോ ഷുഗർ എന്തൊക്കെയോ ചേർത്തത് ഭക്ഷ്യയോഗ്യമാണിത്. ഇത് അവിടെയൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാൻ UK-യിലായിരുന്നപ്പോൾ ഞാൻ 1 കിലോയുടെ ഒരു വലിയത്, എത്ര 900 അങ്ങനെ എന്തോ ഒരു വിലയുടെ ഒരെണ്ണം മേടിച്ചു. അത് മേടിച്ച് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ പോരാൻ നേരത്തെ അവള് പ്രത്യേകം പറഞ്ഞ മമ്മി ഇത് തിരിച്ചു കൊണ്ടുപോക്കണം, ഇവിടെ ആരും കഴിക്കില്ല എന്നൊക്കെ. പക്ഷെ അത് കൊണ്ടുവരാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അതില് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോന്നു. അപ്പൊ പക്ഷെ ഉപകാരം ഉണ്ടായി. ഇപ്പൊ ഉണ്ണി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവനത് കഴിക്കാറുണ്ട്. അവനിഷ്ടമാന്ന്. ഇതിന്റെ ഒരു തേനിന്റെ ഒക്കെ രുചിയാട്ടോ എനിക്കിഷ്ടമായത്. ഇത് ഇത്രയും ചെറിയ കുപ്പിയാണ്. ഞാൻ മറ്റേ ഇതിനകത്തെ ആമസോണിൽ കാണുമ്പോൾ വലിയ കുപ്പിയാന്നൊക്കെ വിചാരിക്കണം കേട്ടോ. വലുതൊന്നും അല്ല. അടുത്തത് പൊട്ടിക്കട്ടെ? അടുത്ത പൊട്ടിക്കോ. പക്ഷെ എന്താന്ന് എനിക്ക് ഇതിനകത്ത് എന്താന്ന് അറിയത്തില്ല. ഒരുപാടില്ല, എന്നാലും എല്ലാം പൊട്ടിപ്പോണ സാധനമാണെങ്കിലേ പോയി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മേപ്പിൾ സിറപ്പ് അങ്ങനെ ഒന്ന് രണ്ടല്ലോ കൊച്ചേ. നമ്മളെ ഞാനൊരു മെഷറിംഗ് കപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആണെന്ന് തോന്നണം. ഓ യെസ്, ഇത് 1/2 ലിറ്ററിന്റെ മെഷറിംഗ് കപ്പാണിത്. 1 ലിറ്റർ എടുക്കണേ 2 പ്രാവശ്യം എടുത്താൽ പോരെ? ഇതൊക്കെ കൊണ്ട് ഇന്ന ഉപയോഗം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. മേടിച്ചു വയ്ക്കും എന്തെങ്കിലുമൊക്കെ അളന്ന് ഭക്ഷണ സാധനങ്ങള് പലഹാരങ്ങളൊക്കെ, കേക്ക് ഉണ്ടാക്കാനും ഒക്കെ നല്ലതായിരിക്കില്ലേ? ആയിരിക്കട്ടെ അല്ലേ. പാൽ ഇത്ര വേണം എന്നൊക്കെ പറയുമ്പോഴേ ഇത് എടുക്കാലോ. അല്ലാതെ നല്ല ക്യൂട്ടല്ലേ, എന്ത് രസാല്ലേ. ഇതിന് എത്ര കാണും മമ്മി? നോക്കണം. നല്ല കനമുണ്ടല്ലോ. നല്ല കനമുണ്ട് കേട്ടോ, നല്ല സാധനമാ. ഇത് അങ്ങോട്ട് വെച്ചോ പൊട്ടിപ്പോതെ. ഈ 2 എണ്ണം കൂടെ ഉണ്ട്. ഇനിയുണ്ട് 2 എണ്ണം. ആമസോൺകാർ മമ്മിക്ക്
തരും. ഇത് സൂക്ഷിച്ച് വെക്കണോ ചെയ്ത? എനിക്ക് വേണ്ട അത്. മമ്മി അല്ല എന്തേലും ഞാൻ എപ്പോഴും അത് ഓർക്കും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ ഈ ചാക്കുനൂല്, റബ്ബർ ബാൻഡ്, എന്തെങ്കിലും കൊച്ചു കൊച്ചു കൂടുകളോ ചെറിയ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം സൂക്ഷിച്ചു വയ്ക്കുക. അമ്മേ ഈ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ സൂക്ഷിച്ചു വെക്കാം. നമുക്ക് പട്ടി പ്രസവിച്ച് കിടക്കുമ്പോഴോ പൂച്ച പ്രസവിക്കുമ്പോഴൊക്കെ വിരിച്ചിടാം. പൊക്കോട്ടോ. അതെന്നാ? ആ ഇതെനിക്ക് തോന്നണേ ഞാൻ ചോപ്പറിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോപ്പർ. അപ്പൊ മമ്മിയുടെ കേടായ ചോപ്പർ നന്നാക്കാൻ കൊടുത്തിട്ട് അത് നന്നാക്കാന്നൊക്കെ അയാള് നന്നാക്കി വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു. അതിപ്പോ എത്ര ദിവസമായിന്നേ? നീ ഉണ്ടോ പോതി? ഒരെണ്ണം കൂടെ. ഇതെന്നാ അമ്മ ഇതിനൊരു അവസാനമല്ലേ? ഓ നിങ്ങക്കൊക്കെ എന്നും വരണം കേട്ടോ. അമ്മയ്ക്ക് പല ദിവസം കൂടി വന്നതാണേ. ഒരു പൊതി തുറന്നപ്പോ അടുത്ത പൊതി പല ദിവസം കൂടി ഒരെണ്ണം കിട്ടിയതാ കേട്ടോ. യെസ്, ഇതിന് വിലക്കുറവായിരുന്നു കേട്ടോ. ഇതേണ്ട 1100 അങ്ങനെയാണ്ടോ കണക്ക് ഞാൻ കണ്ടത്. പക്ഷേ 333 രൂപയ്ക്കാണ് മേടിച്ച് കിട്ടിയത്. ആ സാധാരണ ചോപ്പറിന് നല്ല വിലയാവുന്നതാണല്ലോ. ഇത് ഏതാ ബ്രാൻഡ്? ഏതാ ഇത് ഏതാ ബ്രാൻഡ്? ഏതാ നോക്കട്ടെ. ബട്ടർഫ്ലൈയാ. നല്ല ബട്ടർഫ്ലൈയുടെ സാധനം ഇത്ര രൂപയ്ക്ക് കിട്ടുമോ? ആ ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓഫർ ഉണ്ടായിരുന്നു. നമുക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാം ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാന്നോ? ഇതിന് ഓഫർ ഉണ്ടായിരുന്നു വെച്ചാ. ഏയ് കുഴപ്പമില്ല, സൂപ്പർ. പിന്നെ ഏത് വാങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പോകും അല്ലേ. പിന്നെ ഒരുപാട് വില കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സാധനം കൂടെ ഉള്ളൂ കേട്ടോ. ഇതെന്തായിരിക്കും പറയാവോ? തുണിയോ വല്ലോ ആണോ? ബാസ്കറ്റ് തുണിയൊന്നും അല്ല. മക്കാനാന്ന് കേട്ടിട്ടുണ്ടോ? അമരയുടെ വിത്ത് മക്കാനാന്നാ പറഞ്ഞ കേട്ടോ. നമുക്ക് ഇവിടെ ഒന്നും വലിയ പ്രാധാന്യമൊന്നും അല്ല. പക്ഷെ വടക്കേ ഇന്ത്യക്കാർക്ക് ഇത് ഭയങ്കര ഇത് ഇങ്ങനെ അതോ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് തിന്നോ? നമ്മളെ ഈ എന്താ പറഞ്ഞ ചിപ്സൊക്കെ തിന്നില്ലേ, ചെറുകടിയൊക്കെ കുറച്ചില്ലേ. മലരൊന്നും അല്ലെന്നേ. ഇത് മറ്റേ താമരയുടെ സീഡും കൊണ്ട് ഉണ്ടാക്കണതാ. ഇത് താമരയുടെ സീഡാ. ഇതെങ്ങനെയാന്നറിയാവോ? ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് ഇച്ചിരി മതി, കുറച്ച് മതി. എന്നിട്ട് ഇതിട്ട് ഇളക്കി 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 ഇത് നല്ല ഫ്രൈ ആയി വരും. എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ഇടും. എന്നിട്ടൊരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ച് കഴിക്കുവാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ. കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഉണ്ടല്ലോ ഇത് വറുത്തത് ഒരു ചെറിയ ബോക്സിൽ ടിഫിൻ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകും. വണ്ടിയിലൊക്കെ പോകുമ്പോഴേ, ട്രെയിനിലോ എവിടെ പോകുമ്പോഴും. പിള്ളേർക്കാണേലും വലിയ ഇഷ്ടം ഇത് കുറിച്ചോണ്ടിരിക്കാൻ. മക്കാന അപ്പൊ ജോയി പറഞ്ഞ ഐ വാണ്ട് മക്കാന എന്നും പറഞ്ഞോണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ച കേട്ടോ. അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞോ? യെസ്, ഇത്ര ഉണ്ടായിരുന്നല്ലോ. 4 ഉള്ളോ? മമ്മിയുടെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഞാൻ ഓർഡർ ചെയ്യാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാനൊക്കെ പഠിച്ചു കേട്ടോ. ഇപ്പൊ മക്കളുടെ കയ്യും കാലം ഒന്നും പിടിക്കണ്ട. എനിക്കും അറിയാം. മാത്രം എനിക്ക് പിടി കിട്ടണില്ല. ആരാ അമ്മി മമ്മിനെ പഠിപ്പിച്ചേ? പഠിച്ചു കഴിയുമ്പോ നമ്മളൊന്നും വേണ്ട. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം. ഇതൊക്കെ മക്കൾക്കാ. എല്ലാ സാധനവും മക്കൾക്കാ കേട്ടോ. മമ്മി തന്നെ ഉണ്ടാക്കി മമ്മി തന്നെ കഴിക്കും അല്ലേ. ഇതന്നെ ഇത്ര കുസ്കുസോ. പക്ഷെ ഞാൻ ഇതെങ്ങനെയല്ല വിചാരിച്ചത്. ഇത്ര കട്ടിക്കിരിക്കണെന്നാന്ന് എനിക്ക് പിടികിട്ടണില്ല കേട്ടോ. ഇത് ഒരു ഒലക്ക വെച്ച് തല്ലി പൊട്ടിച്ചാലോ? ഉണ്ടാക്കാൻ നേരത്ത് പൊട്ടിച്ചാൽ മതി. ഇനിയിപ്പോ അതല്ലെങ്കിൽ എന്നാന്ന് അറിയത്തില്ല. എന്നാണ് മമ്മി ഹാപ്പി ആട്ടോ. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇങ്ങനത്തെ കിണിമണിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതൊക്കെ കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഇനി ഒരാഴ്ചത്തേക്ക് വലിയ കംപ്ലൈൻസ് ഒന്നുമില്ല അല്ലേ. എന്നാലും മമ്മി ആമസോണിൽ നിന്ന് സാധനമൊക്കെ മേടിക്കാൻ പഠിപ്പിച്ചിട്ട് മമ്മി എനിക്ക് എന്തായാലും വാങ്ങിയോ? ഓ മക്കൾക്കാന്നേ ഇതെല്ലാം മക്കൾക്കുള്ളതല്ലേ. അന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? യെസ്, ബൈ. ഭയങ്കര ചൂടാട്ടോ. ഉച്ച കഴിയുമ്പോ മഴയുണ്ടെങ്കിലേ രാവിലെ ഭയങ്കര ചൂടാ. എന്റെ അമ്മ പറ്റണില്ല. എന്റെ അമ്മേ താഴെ വീണ് ഉടഞ്ചു പോകാതെ കൊണ്ടുപോയിക്കോ. 1 2 3 കുഞ്ഞു പിള്ളേർ സ്വഭാവം കേട്ടോ. എന്റെ അമ്മേ പിഞ്ചു മനസ്സാണല്ലേ. 1 2 3 4 5 കൂട്ടം സാധനമുണ്ട്. ഉമ്മേ പൊട്ടിയോ? ഇപ്പൊ തന്നെ എന്റെ ഇടപാട് തീരും. ഇച്ചിരി വന്നേ മീ. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഇത്? മമ്മിക്ക് എന്ത് ടേസ്റ്റ് ആയിട്ടാ തോന്നണേ? തേൻ പോലെയാണോ തോന്നുന്നേ? കുറച്ചുകൂടെ മധുരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശർക്കര പാനിയുടെ ടേസ്റ്റ് ആയിട്ടാട്ടോ തോന്നുന്നത്. നല്ല ഷുഗറാണ്, നല്ല രീതിയിൽ ഷുഗർ ഉണ്ട്. ഇത്തവണ ഒരു മധുരം ഉണ്ടല്ലോ ഇതിന്. ബ്രെഡിലൊക്കെ തൂത്ത് നല്ല. ബ്രെഡിലോ ചപ്പാത്തിയിലൊക്കെ തൂത്ത് തിന്നാൻ നല്ലതല്ലേ. 150 ഗ്രാമാട്ടോ. 150 ഗ്രാമിന് 575 രൂപയോ? അപ്പൊ അത്രയും കോസ്റ്റ്ലി ആണത്. ഞാനിവിടെ UK അവിടെ നിന്ന് ടെസ്കോയിൽ നിന്ന് മേടിച്ചിട്ട് ഇത്രയും പൊക്കം ഉണ്ടെന്നേ. അത് ഏകദേശം 1 കിലോയോളം കാണും. മീൻസ് 1 ലിറ്റർ. പക്ഷെ അതിന് 850 രൂപയാണല്ലോ.
ഇത് വെറും 150 ഉള്ളെന്ന് പറഞ്ഞു. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനം എവിടെ എത്തിയപ്പോ ഇത്രയും വില കൂടിയതായിരിക്കും. അങ്ങനെയായിരിക്കും കേട്ടോ. ശരിക്കും ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ബ്രെഡിലൊക്കെ തൂത്ത് തിന്നാനാണോ? അറിയില്ല, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത് തരാട്ടോ. അതെ അതെ അതെ, എല്ലാരും കമന്റ് ചെയ്യാം അറിയാവുന്നവരൊക്കെ. നമുക്ക് അത്ര വിശദമായിട്ടൊന്നും അറിയത്തില്ല. അന്ന് ആ മേപ്പിൾ സിറപ്പ് എന്നുള്ള വാക്ക് കേട്ടത് കൊണ്ട് അപ്പൊ പുള്ളിക്ക് അവിടെ ഉള്ളവർ അങ്ങനെ കഴിക്കൂന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ മേപ്പിൾ സിറപ്പ് ഒഴിച്ച്. ഓ, ഇത് നമുക്ക് കോൺഫ്ലെക്സിനകത്തൊക്കെ ഇച്ചിരി ഒഴിച്ച് തിന്നാ നല്ലതായിരിക്കും. ഒഴിക്കാലോ. അങ്ങനെ കേട്ടോണ്ടേ എനിക്ക് അങ്ങനെ അറിവുള്ളൂ കേട്ടോ. എനിക്ക് അല്ലാതെ അറിയത്തില്ല. അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേരെ. അതെ, കമന്റ് ചെയ്യാം. ഇതിന്റെ കൂട്ടെന്തൊക്കെയാന്നൊക്കെ. അന്ന് ഞാൻ നോക്കിയപ്പോ എന്തോ മേപ്പിൾ മരത്തിന്റെ എന്തോ കറ എടുത്ത് എന്തോ ഷുഗറോ എന്തൊക്കെ ചേർത്തത് എന്തോ പ്രോസസ് ഒക്കെ ചെയ്ത്. മതി മതി മതി, മമ്മിക്ക് അറിയില്ലെങ്കിൽ പറയണ്ട. എത്ര ഐഡിയൊക്കെ ഉള്ളു. എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഇതിങ്ങനെ മരം പോലെ ഇരിക്കണ എന്താണ് ഇരിക്കുന്ന പറഞ്ഞാൽ നല്ല ലൂസ് ആയിട്ടുള്ളതല്ലേ ഞാൻ മേടിക്കാന്ന് വെച്ചാൽ. ഇവിടെ ഇരിക്കുന്ന കസ്കസ് നല്ല ലൂസ് ആയിട്ടുള്ളതാ അല്ലേ? ഇത് ഞാൻ കണ്ടില്ല. ഇത് അവിടെ നിന്ന് മേടിച്ച ടെസ്കോയിന്ന് മേടിച്ച ഇതുണ്ട്. ഇത് ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് നല്ല മരം പോലെ ഇരിക്കണം. എന്തോ രണ്ടും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കാമേ. അല്ല, ഇത് ചിലപ്പോൾ ഇതുപോലത്തെ ആയിരിക്കാം. അത് വളരെ തിക്കായിട്ട് പാക്കിങ്ങിന് എളുപ്പത്തിനെല്ലാം ചെയ്തതായിരിക്കും.